വെരി ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന റിസ്കുകളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. അല്ലേ, നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മളൊരാളും റിസ്കിനെ കുറിച്ച് ഒട്ടും തന്നെ വറീഡ് ആവാറില്ല. പക്ഷേ ബിസിനസ്സിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് ദ പോസിബിൾ റിസ്ക്. അറ്റ്ലീസ്റ്റ് മിനിമം അതിനെക്കുറിച്ചെങ്കിലും നമ്മൾ ബോധേഡ് ആവണം, വറീഡ് ആവണം എന്നുള്ളതാണ്. നമ്മൾ പലരും പറയാറുണ്ട് ഓൾവേസ് സ്റ്റേ പോസിറ്റീവ് എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പോസിറ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ് അല്ലേ. പക്ഷേ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദ മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് തിങ്സ്. ഓൾവേസ് വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ourselves. For what? To accept and to expect the most uncertainties in life which we are going to face. ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല നമ്മുടെ ജീവിതം ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ട് പോകുന്ന ഒരു ജീവിതമാണെന്നുള്ളത്. എപ്പോഴാണെന്നറിയില്ല. നമുക്കൊരു എന്താ പറയാം, എല്ലാവരുടെ ജീവിതത്തിലും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ അവർ ലൈഫ് ടൈം we may come into that position to face such risk. എത്ര കേസുകളാണെന്നറിയോ നമ്മൾ കേട്ടിട്ടുള്ളത്? അതായത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കേസ് എന്താണെന്നുണ്ടെങ്കിൽ മിസ്സിങ് കേസസ് ആണ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കേസ് മിസ്സിങ് കേസസ് ആണ്. രാവിലെ ജോലിക്ക് പോയ അച്ഛൻ, ഒരു കുട്ടിയുടെ ഒരു വേദനാകരമായിട്ടുള്ളൊരു സംഭവമാണ്, ഭയങ്കര ഒരു മൈൻഡ് ടച്ചിങ് ആയിട്ടുള്ളൊരു കേസായിരുന്നു. രാവിലെ ആസ് യൂഷ്വൽ ജോലിക്ക് പോയ അച്ഛനാണ്, പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങളുടെ അച്ഛൻ തിരിച്ചു വന്നിട്ടില്ല. എവിടേക്കാണ് പോയേ, എന്താ ഉണ്ടായേ, നത്തിങ് ഇസ് നോൺ. ഒരു മിസ്റ്ററി പോലെയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ പല കേസസും നമ്മളറിയാതെ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ടോ. ആരതൊക്കെ അറിയണേ അല്ലേ. അതായത് ആ കുടുംബത്തിൻ്റെ ആകെയുള്ളൊരു പ്രതീക്ഷയാണ്, ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരുടെ ജീവിതത്തിൽ വരുന്നത് എന്തുണ്ടായി എന്നുള്ളത് എങ്ങനെ അന്വേഷിച്ചിട്ട് പോലും ഒരു തുമ്പും പോലും കിട്ടാത്തൊരു കേസുകളുണ്ട്. എത്രയോ അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവും. അതേപോലെ ഓർക്കപ്പുറത്ത് നമുക്ക് കിട്ടുന്ന ഒരു അസുഖങ്ങളുടെ അടി അല്ലേ. എത്ര ഫാമിലീസിനെയാണ് എത്രയോ ഡിസീസസ് വന്നിട്ട് ഇല്ലാണ്ടാകുന്നത്. എത്ര കേസുകളാണ് ആക്സിഡൻറ്റുകൾ കാരണം ഉണ്ടാവുന്നത്. എന്തൊക്കെ ആക്സിഡൻറ്റുകളാണ് സംഭവിക്കുന്നത്. വളരെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ട ഒരു കേസും കൂടിയാണ് നമ്മുടെ എന്താ പറയുക, ഇളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ്. അതായത് 23 വയസ്സായിട്ടുള്ള ഒരു യുവാവ്, ഓക്കെ, ഒരു കോൺട്രാക്റ്റ് വർക്കറാണ്. ഏതിൽ? KSEB-യിൽ കോൺട്രാക്ടർ വർക്കറാണ്. അതല്ലാതെ KSEB-യുടെ ബോർഡിൽ എക്സാം എഴുതി കിട്ടിയിട്ടുള്ളതല്ല, കോൺട്രാക്റ്റ് വർക്കാണ്. ഈ കോൺട്രാക്റ്റ് വർക്കേഴ്സിനെ കൊണ്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യിക്കുക. ഭയങ്കര ഭയങ്കര ഹാൻസം ആയിട്ടുള്ളൊരു ഗൈയാണ്. ഓക്കെ, അപ്പോൾ ഈ ചെറുക്കനെ കൊണ്ടാണ് അവർ എന്തോ ലൈനിൽ എന്തോ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് മുകളിൽ കയറ്റിയതാണ്, പോസ്റ്റിൻ്റെ മുകളിലേക്ക് കയറ്റിയതാണ്. ഷോക്കടിക്കുക എന്ന് പറയുന്നത് ഷോക്കടിച്ച് മരിക്കല്ല, ജീവൻ തിരിച്ചു കിട്ടി. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവൻ കണ്ണ് തന്നെ തുറക്കണത്. കണ്ണ് തുറക്കുമ്പോൾ ഒരു കാലില്ല, ഒരു കൈയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. 23-24 വയസ്സായ ആ ഒരു ഹാൻസം ഗൈ
അവൻ്റെ മാനസിക നില തെറ്റിപ്പോകാൻ എത്ര സമയം വേണം? അതേപോലെ അവൻ്റെ മുഖത്തും അവൻ്റെ മേലൊക്കെ ഉണ്ടായിട്ടുള്ള പാടുകൾ, അവന് ഒരു കൈയില്ല, ഒരു കാലില്ല, മറ്റേ കൈയിന് വലിയ കുഴപ്പമില്ല. അതാണ് സിറ്റുവേഷൻ. അതായത് അൺഎക്സ്പെക്റ്റഡായിട്ട് അന്ന് ജോലിക്ക് പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട കുട്ടിയാണ് അല്ലേ? വീട്ടിലെല്ലാവരും പ്രതീക്ഷിച്ചു. അവൻ്റെ ഉപ്പ ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയാണ്. ദിസ് ഹാസ് റീസെൻ്റ്ലി ഹാപ്പൻഡ്. അവസാനം എല്ലാവരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ള പൈസ കൊണ്ട് ഒരു കൈയും ഒരു കാലും ആ കുട്ടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രയും സ്വപ്നങ്ങൾ അവൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഓരോ നമുക്കൊക്കെ ഇല്ലേ, നമ്മൾ ലൈഫിൽ ഇവിടെയൊക്കെ അച്ചീവ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം. എത്ര ആൾക്കാർ ബിസിനസ് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടെന്നറിയൂ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള, ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയിട്ടുള്ള 2 വർഷത്തിന് മുമ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരെയും അവസ്ഥ എന്താണിപ്പോൾ അല്ലേ? കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നത് കൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എത്രയാണ്. കമ്പനിയൊന്നും നേരം ചൊവ്വിന് ഓടിത്തുടങ്ങിയിട്ടില്ല. ദാറ്റ് ഈസ് ദേ ആർ ഓൺ ദി റണ്ണിങ്. ആ സമയത്താണ് ഇങ്ങനൊരു ലോക്ക്ഡൗണും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. വാട്ട് വിൽ ദേ ഡു? നോ ആൻസർ. ഇതേപോലെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് പല രാജ്യങ്ങളും ഭയങ്കര അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും ആ കൺട്രിയിൽ പോയിട്ട് നമ്മളൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുന്നത് റിയലി ഇറ്റ് മീൻസ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. Okay, so our topic is about risk analysis. What do you mean by risk analysis? Risk analysis എന്ന് പറയുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. First one is risk assessment, risk management, and third one is risk communication. ഈ 3 കാര്യങ്ങളും ഒന്ന് ചേരുമ്പോഴാണ് നമുക്ക് റിസ്ക് എന്താണെന്നുള്ളത് വി ക്യാൻ അനലൈസ് ഇറ്റ്. അതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയറാണ് നമുക്ക് വരുന്നത് റിസ്ക് അസസ്മെൻറ്റ്. The first step, risk assessment. What we do in the first step, risk assessment, identify the harmful sources. Okay, നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്യാണ് ഏതൊക്കെ സോഴ്സസ് നിന്നാണ് എന്തൊക്കെ റിസ്കുകളാണ് നമുക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. ഫ്രം വിച്ച് സോഴ്സസ്? The first and foremost step is to identify the sources which are harmful to face. Okay, that is identifying sources of potential harm. That is എങ്ങനെ പോയാലും ഇത് സംഭവിക്കും. That is known as potential. ഈ റിസ്കുകൾ നമുക്ക് നേരിട്ടേ പറ്റൂ. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഇസ് അസസിങ് ദ ലൈക്ലിഹുഡ് ദാറ്റ് ഹാം വിൽ ഒക്കർ ആൻഡ് കോൺസിക്വൻസസ് ഇഫ് ഹാം ഡസ് നോട്ട് ഒക്കർ. അപ്പം നമ്മൾ റിസ്ക് അസസ്മെൻറ്റിൽ അപ്പം അങ്ങനെ റിസ്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് നമ്മൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് ദെൻ ഇഫ് ദിസ് റിസ്ക് ഡസ് നോട്ട് ഹാപ്പൻ, എന്തായിരിക്കും നമ്മുടെ സിറ്റുവേഷൻ? ദാറ്റ് ഈസ് നോൺ ആസ് റിസ്ക് അസസ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടു ഐഡൻറ്റിഫൈ ദ ഹാംഫുൾ സോഴ്സ്. പൊട്ടൻഷ്യൽ ഹാം ആയിട്ട് സംഭവിക്കും എന്നറിയാവുന്ന കാര്യം ഏതാണോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഈസ് ഇഫ് ദാറ്റ് റിസ്ക് ഹാപ്പൻസ്, what we have to do and what are the consequences we have to face, and what to do if not such risk happen. അങ്ങനത്തെ ഒരു റിസ്ക് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇതാണ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് ഈസ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, സോ വി ഹാവ് ഐഡൻറ്റിഫൈഡ് ദീസ് ആർ ദ റിസ്ക് വിച്ച് വി ആർ ഗോയിങ് ടു ഫേസ്.
എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് എന്താണ്? ദാറ്റ് ഈസ് നമ്മൾ ഇതിനെ ഹൗ ഡു യു മാനേജ് ഇറ്റ് അല്ലേ? സോ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ്? റിസ്ക് മാനേജ്മെൻറ്റ് ഇവാലുവേറ്റ്സ് ദ റിസ്ക് ഐഡൻറ്റിഫൈഡ് ഇൻ ദ റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ് വിച്ച് റിക്വയർ മാനേജ്മെൻറ്റ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള റിസ്ക് സോഴ്സസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഹൗ യു ആർ ഗോയിങ് ടു മാനേജ് ഇറ്റ്, ദാറ്റ് ഈസ് വാട്ട് ഇസ് സോർട്ട് ഔട്ട് ഇൻ ദി സെക്കൻഡ് സ്റ്റേജ്. Okay, selection and implementation of action plans to ensure that the risks are controlled. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സെക്കൻഡ് തിങ്, അതായത് ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇൻ ദിസ് വേ വി ആർ ഗോയിങ് ടു ടേക്ക് ആക്ഷൻ. These are the steps or these are the action plan we are going to implement if such risk take place. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസ്കുകൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന രീതിയിലായിരിക്കും നമ്മുടെ ആക്ഷൻ പ്ലാൻ. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് റിസ്ക് മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്? അസസ്മെൻറ്റിൽ എന്താണ്? വി ആർ ഐഡൻറ്റിഫൈങ് ദ സോഴ്സസ്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ആക്ഷൻസ് ഓർ ദി പ്ലാൻ വിച്ച് വി ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് സോർട്ടഡ് ഔട്ട് ഇൻ റിസ്ക് മാനേജ്മെൻറ്റ്. ആൻഡ് തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് communication. Third one is risk communication. It is communication between the stakeholders and risk assessors and risk managers. അപ്പോൾ ആരൊക്കെ കൂടിയിട്ടാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? 3 ടീമിലത്തെ ആൾക്കാരും വരും. The persons who are interested in the company or company's position, shareholders ആയിരിക്കാം, stakeholders ആയിരിക്കാം. Okay, so those are the persons coming under stakeholders. പിന്നെ വേറെ ആരുണ്ടായിരിക്കാം? കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കാം. പിന്നെ കമ്മ്യൂണിക്കേഷന് വരുന്നതാണ് ആരൊക്കെ? റിസ്ക് അസസേഴ്സും റിസ്ക് മാനേജേഴ്സും. അതായത് ഇന്ന റിസ്കുകളാണ് നമുക്ക് വരാൻ പോകുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ആൾക്കാരും അങ്ങനെ റിസ്കുകൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ട് ഇന്ന രീതികൾ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള മാനേജേഴ്സും റിസ്ക് മാനേജേഴ്സും, അതേപോലെ തന്നെ കമ്പനിയിലെ അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ താല്പര്യമുള്ള റിസ്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഓക്കെ, സോ ഇതിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് 3ഉം കൂടി ചേർന്നാൽ മാത്രമാണ് റിസ്കിനെ അനലൈസ് ചെയ്ത് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇസ് ദാറ്റ് ഓക്കെ ഫോർ യു? അപ്പോൾ മനസ്സിലായി എന്താണെന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത് ഇൻ ദ ബ്രോഡസ്റ്റ് സെൻസ് ഇറ്റ് ഇൻക്ലൂഡ് റിസ്ക് അസസ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ റിസ്ക് അസസ്മെൻറ്റിൽ എന്താ വരുന്നത്? ടു ഐഡൻറ്റിഫൈ ദ പൊട്ടൻഷ്യൽ ഹാംഫുൾ റിസ്ക് സോഴ്സസ്. ഇൻ ദ സെക്കൻഡ് കേസ് എന്ത് ചെയ്യുന്നത്? വെൻ ദോസ് റിസ്ക്സ് take place. So what steps that has to be implemented? What are our action plan? That is discussed and that is taken by the risk managers. And in the third stage, it has been communicated to the stakeholders. So the communication take place between the stakeholders and the risk assessors and the risk managers. ഇവർ തമ്മിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ അവിടെ സംഭവിക്കുന്നത്. സോ ഫ്രം ദാറ്റ് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഉരുതിരിഞ്ഞ് വരുന്നത് എന്താണ്? റിസ്ക് അനാലിസിസ്. ഹോപ്പ് നൗ ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ, ഇനി നമ്മൾ റിസ്ക് അനാലിസിസും അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമുക്കിനി അടുത്ത ഒരു സെഷനിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ റിസ്ക് അനാലിസിസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇവാലുവേറ്റിംഗ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് എൻറ്ററിങ് ഇൻ ടു എ പർട്ടിക്കുലർ കൺട്രി വെയർ ബിസിനസ് പ്രോസ്പെക്ട്സ് ആർ ബീയിങ് എക്സ്പ്ലോർഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ
നമ്മൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ റിസ്ക് അനാലിസിസിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്താണ്, എന്തൊക്കെ റിസ്ക്കുകളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, അതെങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുക, ദാറ്റ് ഈസ് ഒരു കൺട്രിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് us to think and rethink how to invest in this country, whether it is profitable to invest. അല്ല, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഒരു ഫാസ്റ്റ് റെയിൽവേ അല്ലേ, ദി ഫാസ്റ്റസ്റ്റ് ട്രെയിൻ, ജപ്പാനിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ദി ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഈസ് ഓൾസോ ഗോയിങ് ടു കം ഇൻ അവർ കേരള അല്ലേ. ജപ്പാൻ ടെക്നോളജി തന്നെയാണ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ് നമുക്കതിൽ വരാൻ പോകുന്നത്. സോ അവർ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദേ വിൽ തിങ്ക് ആൻഡ് ദേ വിൽ റീതിങ്ക്, ഇസ് ഇറ്റ് പോസിബിൾ ഫോർ us to get involved with the country like India? നമുക്കതിന് എത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെയാണ് നമ്മൾ അവിടെ ആ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് നമ്മൾ പോയിട്ട് അവിടെ നമ്മളിങ്ങനെ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? അതൊരു വല്ലാത്തൊരു ആവലാതിയും വേവലാതിയും അല്ലേ. അപ്പോൾ ഓരോ കൺട്രീസിനും ഓരോ രാജ്യങ്ങളിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലേ. ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എത്രത്തോളം ആവലാതികളും വേവലാതികളും ഉണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത്. ആ രാജ്യം എത്ര നാൾ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ആ രാജ്യത്തിന് പെട്ടെന്ന് എന്തെങ്കിലും യുദ്ധം വരുമെന്നോ അങ്ങനെയൊക്കെ പല റിസ്കുകളും അവിടെ ഉണ്ടാകാം. സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഹൗ വി ആർ ഗോയിങ് ടു ഫേസ് ഇറ്റ്? നമ്മുടെ നാട്ടിലുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് വെൻ ദേ ടേക്ക് ഓവർ ദി ലാൻഡ് അല്ലേ. ഇപ്പോഴും ഗുരുവായൂർ താനൂർ എന്താ പറയുക റെയിൽവേ ഒരു കാര്യത്തിന് ഇപ്പോഴും കാര്യങ്ങൾ ശരിയായിട്ടില്ല. നമ്മുടെ ഗുരുവായൂർ തിരൂരായിട്ടുള്ള ഒരു റൂട്ട് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. സോ അത് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാലിക്കറ്റ് എന്ന് പറയുന്ന കോഴിക്കോട്ടേക്കൊക്കെ പോകാനായിട്ട് എത്ര സിമ്പിളാണെന്നറിയോ. പക്ഷെ അവിടെ ഇപ്പോഴും ആ സ്ഥലം എടുക്കുമ്പോൾ, സ്ഥലം ഗവൺമെൻറ് എടുത്തു പോകുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേയിലേക്ക് എടുത്തു പോകുമ്പോൾ അവിടെ ആൾക്കാർക്ക് നഷ്ടപ്പെടുന്നത്, അവർക്ക് അതിനെ പറ്റിയൊരു നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ സ്ഥലം കൊടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു സംഭവമുണ്ട്, അത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഏതൊരു ഡെവലപ്മെൻറ്റ്സിനും ഇന്ന് റോഡുകളൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അല്ലേ, വെൻ വി എക്സ്പാൻഡ് അവർ ഹൈവേസ്, ആ റോഡിൻ്റെ അരിയത്തൊക്കെ വീട് വെച്ചിട്ട് നമുക്ക് റോഡ് സൈഡിലുള്ള ഒരു പ്ലോട്ടിന് എപ്പോഴും ഫേസ് വാല്യൂ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അത്രയും ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടായിരിക്കും ആൾക്കാർ സ്ഥലം മേടിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ അതൊക്കെ വെൻ ദി എക്സ്പാൻഷൻ കംസ് ഓവർ, അങ്ങനെ ആ ഒരു റോഡിനൊക്കെ വീതി കൂട്ടണം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളും എടുത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വീടിൻ്റെ ഫ്രണ്ടേജ് ചിലപ്പോൾ അവരുടെ വീടിൻ്റെ ഒരു ഭാഗം പോലും പോയേക്കാം അല്ലേ. സോ അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ട് അവർ സമ്പാദിച്ചത് മുഴുവൻ നമ്മുടെ ഇന്ത്യൻ പീപ്പിളിൻ്റെ ഒരു ദാറ്റ് ഈസ് മെയിൻ കേരള പീപ്പിളിൻ്റെ ഒരു മെയിൻ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. കഷ്ടപ്പെട്ട് അവർ ജീവിതത്തിൽ 10, 20 വർഷം 25 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ളത് മുഴുവൻ അവരുടെ ഒരു പ്രയോജനമില്ല. നമ്മൾ മരിച്ചാൽ ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. അവരുടെ വീടിനും സ്ഥലത്തിനും വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കണ്ടെത്തരല്ലേ, പറഞ്ഞാലും വേണ്ടില്ലേ, കയറി കിടക്കാൻ ഒരു വീട് വേണ്ടേ അല്ലേ. സോ ദിസ് ഈസ് വാട്ട് വി പീപ്പിൾ തിങ്ക്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ ഇസ് നോട്ട് യൂസ്ഡ് ഫോർ അവർ സെൽഫ്. എന്താണ് ലോകം? ഈ കേരളത്തിന് പുറമെ വേറെയും പല എന്താ പറയുക സ്റ്റേറ്റുകളുണ്ട്, ഇന്ത്യക്ക് പുറമെ വേറെ പല രാജ്യങ്ങളുണ്ട്. പോയി കണ്ടുവരാൻ നമ്മൾ ആരെങ്കിലും നമ്മൾ തയ്യാറാവുന്നുണ്ടോ? വാട്ട് വി ഏൺ വി ഡു സേവ് ലൈക്ക് സംതിങ്. ഫോർ വാട്ട്?
without enjoying anything. Why do you want to save all those things? Just live your life. Okay, so I think I'm moving away from the track. Okay, so coming back. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളും അവരുടെ കൺട്രിയിലത്തെ കാര്യങ്ങളോ അവരുടെ ടെക്നോളജിയോ, ഇഫ് ദേ വാണ്ട് ടു ഗെറ്റ് ഇൻവെസ്റ്റഡ് ഇൻ അനദർ കൺട്രി, വാട്ട് ആർ ദ റിസ്ക് ദേ ആർ ഗോയിങ് ടു ഫേസ്, വാട്ട് ആർ ദ റിസ്ക് ദേ ആർ എക്സ്പെക്റ്റിംഗ് ദ മോസ്റ്റ്, ദാറ്റ് ഷുഡ് ബി നോൺ അറ്റ് ദ ഏർലിയസ്റ്റ്. എന്നാലാണ് അവർക്കൊരു തയ്യാറെടുപ്പ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഭൂമികുലുക്കം വരുമെന്ന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തട്ടിൻ്റെ മുകളിൽ കയറി കിടക്കും? ഇല്ല. നമ്മൾ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസിലേക്ക് നമ്മൾ ഒതുങ്ങും, അല്ലേ? ഏതെങ്കിലും ഇതിൻ്റെ ചോട്ടിൽ ചെന്നിരിക്കുമോ? ഇല്ല. കാരണം ഒക്കെ കൂടി ഇടിഞ്ഞു പൊളി നമ്മുടെ തലയിലേക്കായിരിക്കും വീഴുക. സോ ബെറ്റർ വിൽ കം ഔട്ട് ഓഫ് ദി ഹൗസ്, ഔട്ട് ഓഫ് ദി ബിൽഡിങ്സ്, അല്ലേ? വീടിന് തീപിടുത്തം ഉണ്ടാവുമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലാരെങ്കിലും ഇരിക്കുമോ? ഇല്ല. വെള്ളപ്പൊക്കം മുറ്റത്ത് വരെയ്ക്ക് എത്തി, ഇനി ഒരു 2 മണിക്കൂർ കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ വീടിനകത്തേക്ക് കയറും. നമ്മൾ എത്ര പേര് വീട്ടിൽ ധൈര്യം ഉറപ്പിച്ചിരിക്കും? സോ ഇഫ് ഇറ്റ് ഈസ് നോൺ ഏർലിയർ, ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് ദ നെസസറി പ്രിക്കോഷൻസ്. അതിന് വേണ്ടിയിട്ടാണ് വി ആർ അനലൈസിങ് ദ റിസ്ക്. അതിന് വേണ്ടിയിട്ടാണ് വി ആർ അസസിങ് ദ റിസ്ക്. സോ ഇഫ് സച്ച് റിസ്ക് ടേക്ക് പ്ലേസ്, വാട്ട് സ്റ്റെപ്സ് that should be implemented എന്നുള്ളത് റിസ്ക് മാനേജേഴ്സ് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ബിറ്റ്വീൻ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ബിറ്റ്വീൻ ദി റിസ്ക് അസസേഴ്സ് ആൻഡ് മാനേജേഴ്സ്. ഓക്കെ, സോ നമുക്ക് ചിന്തിക്കാം എന്തൊക്കെയാണ്. അപ്പോൾ ആൾക്കാർ എന്തായാലും മറ്റൊരു കൺട്രിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദേ വിൽ തിങ്ക് ആൻഡ് തിങ്ക്, is it profitable or will we have to get back with much losses? ഏറ്റവും കൂടുതൽ ലോസോട് കൂടിയിട്ട് അവിടെ നിന്ന് ഒന്നും കിട്ടാണ്ട് തിരിച്ചു പോരേണ്ട ഒരു സിറ്റുവേഷൻ എത്തിക്കോ എന്നുള്ളതാണ് നമ്മുടെ നോട്ടം. ഓക്കെ, ആൻഡ് ഹിയർ വിൽ സി വാട്ട് അതിൻ്റെ ശരിക്കുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Okay, investing in that country, it gets a return that is equal to or higher than its present risk adjusted weighted cost of capital. അപ്പോൾ എന്താണ് ഈ weighted cost എന്നുള്ളത് നോക്കാം. The weighted average cost of capital is the minimum return that a company must earn on an existing asset base. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മിനിമം കിട്ടേണ്ട റിട്ടേൺ ആണ് നമ്മുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് മിനിമം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടക്കച്ചവടം തന്നെയാണ്. ഓക്കെ, ഇൻ സം കേസസ് ദ കമ്പനി ഇൻറ്റൻസ്, അപ്പോൾ ഇത്രയൊക്കെ റിസ്കുകൾ ഉണ്ടെന്ന് അറിഞ്ഞാലും ചില സമയത്ത് ചില രാജ്യങ്ങൾ ചില കമ്പനീസ് എന്ത് ചെയ്യാൻ, കമ്പനി ഇൻറ്റൻസ് ടു ടേക്ക് റിസ്ക് ഔട്ട്സൈഡ് ദ കമ്പനീസ് കറൻറ്റ് സ്കോപ്പ്. നമ്മുടെ പരിധിയിൽ വിട്ടിട്ട് റിസ്കുകൾ വരാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നൊരു സിറ്റുവേഷൻ. ഇൻ സച്ച് കേസസ് സർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ടു ബി മെയ്ഡ് ടു അക്കൗണ്ട് ഫോർ ദി ഡിഫറിങ് ലെവൽ ഓഫ് റിസ്ക്. അപ്പോൾ ഏത് റിസ്കുകളാണ്, എങ്ങനത്തെ റിസ്കുകളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തേണ്ടി വരും. ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ വെയ്റ്റഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് നോൺ ആസ് റിസ്ക് അഡ്ജസ്റ്റഡ് വെയ്റ്റഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള റിസ്കുകളിനെയാണ് നമ്മൾ റിസ്ക് അഡ്ജസ്റ്റഡ് വെയ്റ്റഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ വരുന്ന മെയിൻ 2 ഇഷ്യൂസാണ്. ആർ ദ മാർക്കറ്റ്സ് ആൻഡ് ദ കോമ്പറ്റേറ്റീവ് കണ്ടീഷൻസ് in a particular country such that given a set of competitive advantage, the business is likely to generate a return equal to or higher than the cost of capital. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മളിവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു ബെറ്റർ മാർക്കറ്റ്, നമുക്ക് നമ്മുടെ ക്യാപിറ്റലിന് നമുക്ക് ആവശ്യമായിട്ടുള്ള റിട്ടേൺസ് നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് ആദ്യം അവർ അനലൈസ് ചെയ്യുക.
Second thing is, are the risk of operating in that country acceptable for the shareholders and the employees? സോ അത്തരത്തിലുള്ള ഒരു റിസ്കി ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ കമ്പനി പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനും എംപ്ലോയീസിനും താല്പര്യമാണോ, അത് ഡിസയേർഡ്, അത് വില്ലിങ് എന്നുള്ളതും കൂടി നോക്കണം. കാരണം ഇവർ ഈ രാജ്യത്തേക്ക് വരാൻ താല്പര്യപ്പെട്ടില്ലെങ്കിൽ എന്തായി, നമുക്കവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. സോ പേഴ്സൺസ് ഹു ആർ വർക്കിംഗ് ദെയർ, ഹു ആർ ഓൾറെഡി get ready to work over there, ആ എംപ്ലോയീസിന് താല്പര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം എന്നുള്ളതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ 2 issues that has to be considered the most. ഫസ്റ്റ് തിങ് എന്താണ്, നമ്മൾ ഇറക്കുന്ന ക്യാപിറ്റലിന് നമുക്കത് അതിന് പറ്റിയ റിട്ടേൺസ് നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത് നോക്കാം. സെക്കൻഡ് കണ്ടീഷനിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, whether the employees and the shareholders are acceptable to invest in such countries. ചില കൺട്രീസിലേക്ക് ചില ആൾക്കാർ പോവാൻ ഇഷ്ടപ്പെടാറില്ല. ചില കൺട്രീസിലേക്ക് പോകാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ കിട്ടുന്ന എന്തുമാകാം, ചിലപ്പോൾ അവിടെ കിട്ടുന്ന ലീഗൽ കൺസിഡറേഷൻസ്, അവിടെ ലഭിക്കുന്ന നമുക്ക് അതർ കൺസിഡറേഷൻസ്, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും നമ്മളെ അട്രാക്റ്റ് ചെയ്തേക്കാം. പക്ഷെ പല കൺട്രീസിലും പല കാര്യങ്ങളും ബാൻ ചെയ്യുന്നത്, ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ചിലപ്പോൾ നമുക്ക് ആ കൺട്രിയിലേക്കുള്ള എൻട്രി നമുക്ക് താല്പര്യമില്ലാതെ ആകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ വെദർ ദി എംപ്ലോയീസ് ആൻഡ് ദി ഷെയർ ഹോൾഡേഴ്സ് ആർ റെഡി ടു ഇൻവെസ്റ്റ് ഇൻ സച്ച് കൺട്രീസ് എന്നുള്ളതാണ് നമ്മുടെ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇതിന് ഒരു മാട്രിക്സ് രൂപത്തിൽ ക്വാഡ്രൻസ് ആയിട്ട് നമ്മളൊരു 4 പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് A, B, C and D have given it clearly. Okay, A, B, C and D. ഒരു ചെറിയൊരു സ്ക്വയറിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ട് ഏത് കൺട്രിയിലാണ് എന്താണ് പൊസിഷൻ, അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. സോ യു ക്യാൻ സീ ദ 4 boxes over here. ഫസ്റ്റ് ബോക്സ് A, B, C, D ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ എയിൽ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലോ അട്രാക്റ്റീവ്, അതായത് ആ കൺട്രിയിലുള്ള കാര്യങ്ങളൊന്നും അത്രയും പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരിനെ ആകർഷിക്കുന്നതല്ല, ലോ അട്രാക്റ്റീവ്. പക്ഷേ കമ്പനി സ്ട്രെങ്ത് ഉള്ളതാണ്. കമ്പനി സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ളതാണ്. ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ള രാജ്യമാണ്. കാരണം അതിനായിട്ടുള്ള റിസോഴ്സസ് അവിടെ അവൈലബിൾ ആണ്. സോ കമ്പനി സ്ട്രെങ്ത് ഇസ് മോർ. പക്ഷേ കമ്പനിയുടെ നിയമങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ നിയമങ്ങളോ അത്ര അട്രാക്റ്റീവ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ റിയലി സോറി, ഇവിടെ വന്ന ചെറിയൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ലോ അട്രാക്റ്റീവ് ആൻഡ് ലോ സ്ട്രെങ്ത്. ലോ അട്രാക്റ്റീവ് ആൻഡ് ലോ സ്ട്രെങ്ത്, ദാറ്റ് ഈസ് കൺട്രിയും നമുക്ക് അട്രാക്റ്റീവ് അല്ല, അവിടെ ബിസിനസ്സിനും പറ്റിയ റിസോഴ്സസ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വൈ I have put the into mark, that is do not invest. അപ്പോൾ ഒരു രാജ്യം നമ്മളെ ആകർഷിക്കുകയും അതിലുള്ള പോസിബിലിറ്റീസ്, ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യാനോ ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ള അതിൻ്റെ റിസോഴ്സസ് ഇസ് അവൈലബിൾ ആണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി വി ക്യാൻ ഡു അവർ ഇൻവെസ്റ്റ്മെൻറ്റ്. ബട്ട് ഹിയർ ഇൻ ക്വാഡ്രൻറ്റ് എ the country is low attractive and also the strength of the company is also low attractive. രണ്ടും ലോ ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് അഡ്വൈസബിൾ നോട്ട് ടു ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് കൺട്രി എന്നുള്ളതാണ്. സെക്കൻഡ് തിങ്, ഇനി ഒരു രാജ്യം ഇറ്റ് ഈസ് ഹൈലി അട്രാക്റ്റീവ്, ജനങ്ങളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു രാജ്യമായിരിക്കാം, പക്ഷേ ലോ സ്ട്രെങ്ത്, കമ്പനിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല. സോ വാട്ട് ടൈപ്പ് ഓഫ് ventures or what type of business
that can be set up in such countries. അങ്ങനത്തെ കൺട്രീസിൽ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു സ്റ്റാർട്ട് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ഹൈലി അട്രാക്റ്റീവാണ്, കമ്പനി സ്ട്രെങ്ത് ലോ ആണെന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നമുക്ക് ധൈര്യം ഉറപ്പിച്ച് നമുക്ക് നമ്മുടേത് മാത്രമായിട്ടുള്ളൊരു കമ്പനി തുടങ്ങണ്ട. ബെറ്റർ ബുദ്ധിക്ക് കളിക്കാം, ജോയിൻറ്റ് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. സോ ജോയിൻറ്റ് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വൺസ് ദേ ഹാവ് their own stand, come out. അപ്പോൾ നമുക്ക് വലിയ ടെൻഷനില്ല. ഓക്കെ, അപ്പോൾ ഈ രാജ്യത്തെ ആൾക്കാരനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ വരുന്നു. അവരൊരു പൊസിഷനിലെത്തി, നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുക. അതിനാണ് ജോയിൻറ്റ് വെഞ്ചർ. നമ്മളവിടെ കാലങ്ങളായിട്ട് നമ്മളവിടെ ബിസിനസ് നടത്താൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവിടെ നിന്നൊന്നും അധികം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കമ്പനി സ്ട്രെങ്ത് ലോ ആണ്. സോ ബെറ്റർ when you think wisely, it is advisable to start joint venture. Okay, any C, highly attractive and we have very high company strength. രാജ്യങ്ങളൊക്കെ വളരെ ആകർഷണീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്രയും, അതായത് പല രാജ്യങ്ങളും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഹൈലി അട്രാക്റ്റീവ് ആൻഡ് ഓൾസോ ഹൈ കമ്പനി സ്ട്രെങ്ത്. സോ അവിടേക്ക് എപ്പോഴും നമുക്ക് കൊടുക്കാവുന്നൊരു അഡ്വൈസ് എന്താണ്? ഇൻവെസ്റ്റ്, ബിക്കോസ് യു ക്യാൻ റീപ്പ് എ ലോട്ട്. സോ വാട്ട് യു സോ യു ക്യാൻ റീപ്പ് ഇറ്റ്. നമ്മൾ എന്താണോ വിതച്ചത് അതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടിയായിട്ട് നമുക്ക് കൊയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അത്രത്തോളം ഒരു വളക്കൂറേറിയ മണ്ണായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രാജ്യമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. സോ അങ്ങനത്തെ രാജ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഇൻവെസ്റ്റ്. നൗ കമ്മിങ് ഓൺ ടു ദ ക്വാഡ്രന്റ് ഡി, ലോ അട്രാക്റ്റീവ്നെസ് ആൻഡ് ഹൈ സ്ട്രെങ്ത്. രാജ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലോ അട്രാക്റ്റീവ്നെസ് ആണ്. അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് ചുറ്റി വലയ്ക്കുന്ന ഒരു കാര്യങ്ങളാണെന്ന് വിചാരിക്കാം. പക്ഷേ കമ്പനി സ്ട്രെങ്ത് ഉള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു എക്സ്പോർട്ട്. അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്താണ്? എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ. കാരണം കമ്പനി സ്ട്രെങ്ത് കൂടുതലാണ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് എന്തിനുള്ളതാണ്? എക്സ്പോർട്ടിനുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇങ്ങനെ നമ്മളൊരു മെട്രിക്സ് എന്നുള്ള രൂപത്തിൽ വി ആർ ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു 4 കാറ്റഗറീസ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്വാഡ്രൻറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്നുള്ളത് നോക്കാം. ഷോസ് ദാറ്റ് ദ കൺട്രി ഈസ് നോട്ട് അട്രാക്റ്റീവ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലേ, ക്വാഡ്രൻറ്റ് എയിൽ പറയുന്നത് എന്താണ്? കൺട്രിയും അട്രാക്റ്റീവ് അല്ല, കമ്പനി സ്ട്രെങ്ത്തും ലോ ആണ്. സോ ഇറ്റ് ഈസ് അഡ്വൈസബിൾ നോട്ട് ടു ഇൻവെസ്റ്റ്. സെക്കൻഡ് തിങ് ഈസ് ഷോസ് ദാറ്റ് ദി കൺട്രി ഈസ് അട്രാക്റ്റീവ് ബട്ട് ദി സ്ട്രെങ്ത് ഓഫ് ദി കമ്പനി ഈസ് നോട്ട് സോ ഹൈ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻ ദിസ് കേസ് ദ ഫോറിൻ കമ്പനി മേ ഡിസൈഡ് ടു ഗോ ഇൻ ഫോർ ജോയിൻറ്റ് വെഞ്ചേഴ്സ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കൺട്രി അട്രാക്റ്റീവാണ്, കമ്പനി സ്ട്രെങ്ത് ആണ് കുറവായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ആൻഡ് തേർഡ് ക്വാഡ്രൻറ്റിൽ ഷോസ് ദാറ്റ് ദി കൺട്രി ആൻഡ് കമ്പനി ആർ ബോത്ത് അട്രാക്റ്റീവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫോറിൻ കമ്പനി കണ്ണടച്ച് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ആൻഡ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രൻറ്റ് നോക്കുകയാണെങ്കിൽ ഷോസ് ദാറ്റ് കൺട്രി ഈസ് നോട്ട് അട്രാക്റ്റിംഗ് ബട്ട് ദ കമ്പനി ഈസ് സ്ട്രോങ്. അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോറിൻ കമ്പനി എക്സ്പോർട്ടിന് വേണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ റിസ്ക് അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് ഈ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും. വെദർ ഇറ്റ് ഈസ് അട്രാക്റ്റബിൾ, വെദർ ഇറ്റ് ഈസ് അഡ്വൈസബിൾ എന്നുള്ളത് നമുക്ക് അതിൻ്റെ ക്ലിയർ പിക്ചർ അങ്ങോട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് റിസ്ക് അസസ് ചെയ്യുന്നതും അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് മാനേജ് ചെയ്യുന്നതും എംപ്ലോയീസിനും ഷെയർ ഹോൾഡേഴ്സിനും താല്പര്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? ബിസിനസ് അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ആൻഡ് നൗ വി വിൽ ഗോ ഓൺ ടു ദി ടൈപ്സ് ഓഫ് റിസ്ക്. അപ്പം നമുക്ക് 6 തരത്തിലുള്ള റിസ്ക്കുകളാണ് ഇൻ്റർനാഷണൽ റിസ്ക്കുകളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഒന്ന് കമേഴ്ഷ്യൽ റിസ്ക്, സെക്കൻഡ് വൺ ഇസ് പൊളിറ്റിക്കൽ റിസ്ക്,
Third one is legal risk, and fourth one is cargo risk, fifth one is credit risk, and sixth one is foreign exchange fluctuation risk. So we'll see in detail what are all these risks. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ റിസ്ക് ആണ്. കമേഴ്ഷ്യൽ റിസ്കിൽ വരുന്നത് ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ഫോറിൻ മാർക്കറ്റ്സ്. ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ വെൽ സ്റ്റഡീഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസിലി ഒരു ലോസിലേക്ക് നമ്മൾ എത്തിക്കും. വെരി ഈസിലി. നമ്മൾ അകത്ത് കളിക്കണ കളി പോലെ നമുക്ക് പുറത്ത് കളിക്കാൻ പറ്റില്ല. നമ്മൾ വീടിനകത്ത് ഫുട്ബോൾ കളിച്ച് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ച് പരിചയമുള്ള ഒരാളിനെ എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി ഗ്രൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കളിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ കളി പഠിക്കുന്നത് തന്നെ ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, എന്താണ്, എവിടെ നിന്നാണ് അറ്റാക്ക് വരാം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് വരേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ വെൻ വി ആർ നോട്ട് നോൺ അബൌട്ട് ദ ലീഗൽ കൺസിഡറേഷൻസ് in the international market, it will take you to the loss. That's the first thing. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി, ഫോറിൻ മാർക്കറ്റ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. സെക്കൻഡ് തിങ് ഈസ് in adaptability of the export product to change to the conditions of the foreign market. ഫോറിൻ മാർക്കറ്റിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അവർ പറയുന്ന ഗ്രേഡിങ്, അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിച്ചാൽ മാത്രമാണ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പം അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കണം, അതിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ആൻഡ് തേർഡ് വൺ ഇസ് ലോങ്ങർ ട്രാൻസിറ്റ് ടൈം. ഇന്ന് കച്ചവടം നടത്തിയ ഇന്ന് പൈസ എന്ന് പറഞ്ഞ സംഭവമില്ല, സമയമെടുക്കും. ഫോർത്ത് വൺ ഇസ് വാരിങ് സിറ്റുവേഷൻസ് ടു ബി ഹാൻഡിൽഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റഡ് ബിഫോർ എക്സ്പോർട്ട്. അപ്പം നമുക്ക് ഇങ്ങനത്തെ റിസ്കുകൾ സംഭവിക്കാം. സോ വാട്ട് വി ഹാവ് ടു ടേക്ക്, അല്ലെങ്കിൽ അങ്ങനെ റിസ്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നടപടികൾ എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പേടിച്ച് അവിടെ ഇരിക്കുള്ളൂ. പിന്നെ നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പേടിയാവും. Don't worry about it. So know about the foreign market. Know about the legal considerations. First study the foreign market, then make your entry എന്നുള്ളതാണ്. Okay. So most of the commercial risk ആരാണ് ഏറ്റെടുക്കുന്നത്? The exporters. Exporters cannot shift these risks to the professional risk bearers. ആരാണ് പ്രൊഫഷണൽ റിസ്ക് ബെയറേഴ്സ് എന്ന് പറയുന്നത്? ഇൻഷുറൻസ് പീപ്പിൾ. അവരാണല്ലോ എല്ലാവരുടെ റിസ്കുകളും ഏറ്റെടുക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് വല്ല അസുഖം വന്നോ, എന്തിനാ നിങ്ങൾ വിഷമിക്കണേ? ആ റിസ്ക് ഞങ്ങൾ ഏറ്റെടുത്തോളാം. വിൽ പേ ഫോർ യു, അല്ലേ? നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസ്, നിങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾ പേ ചെയ്തോളാം. അവരൊക്കെ പ്രൊഫഷണൽ റിസ്ക് ബെയറേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോർട്ടേഴ്സിനെ എല്ലാം കൂടി പ്രൊഫഷണൽ റിസ്ക് ബെയറേഴ്സിന് തലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. കൊമേഴ്ഷ്യൽ റിസ്ക് ആർ ടു ബി ബോൺ ബൈ ദി എക്സ്പോർട്ടേഴ്സ് എന്നുള്ളതാണ്. Okay, so the exporter is not aware of the conditions in the foreign market as the way he is aware of domestic market. അയാളുടെ വീട്ടിലയാൾ പുലിയായിരിക്കാം, പുറമേ എലിയായിട്ട് കാര്യമില്ല. പുറമേയും എന്താണ് ഫോറിൻ മാർക്കറ്റ്സിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റ്സിൻ്റെ കളികൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസസ് യാത്ര ചെയ്യേണ്ടി വരും. ഇതൊന്നും ഡൊമസ്റ്റിക് ട്രേഡിൽ നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് ബോംബെ വരിക്കോ ഡൽഹി വരിക്കോ പോയിട്ട് വരാവുന്ന ഒരു എളുപ്പത്തിൽ ഔട്ട് ഓഫ് ദി കൺട്രി ട്രാവൽ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സോ ഈസി. ഇറ്റ് മേ ടേക്ക് ടൈം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ വി ഹാവ് ടു നോ അബൌട്ട് ദ മാർക്കറ്റ്സ് പ്രോപ്പർലി എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്? ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റ് ഡിവാല്യൂഡ് ആയിരിക്കാം. നമ്മളിപ്പോൾ
ഹയസ്റ്റ് റേറ്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് അത്രയും വാല്യൂ ഉള്ളതായിരിക്കാം. പക്ഷേ അത് കൺസൈൻമെൻറ്റ് ഓർഡറായി കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഡിവാല്യൂ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാല്യൂവിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത വാല്യൂവിനേക്കാളും കുറവായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആയിരിക്കാം. ബിസിനസ് അല്ലെങ്കിൽ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ പല ഫ്ലക്ച്വേഷൻസ് അവിടെ സംഭവിക്കാം. സെക്കൻഡ് തിങ് ഈസ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ താരിഫ് ബാരിയേഴ്സ്. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും റിസ്ക് തന്നെയാണ്. തേർഡ് വൺ, ട്രാൻസ്പോർട്ട് കോസ്റ്റുകളിൽ എന്തെങ്കിലും വിചാരിച്ചതിനേക്കാളും കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഫോറിൻ മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അവിടെയുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ ഫോറിൻ മാർക്കറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലും എഫക്റ്റ് ചെയ്തേക്കാം. മിനിമൈസേഷൻ ഓഫ് കമേഴ്ഷ്യൽ റിസ്ക്. ഓക്കെ, അപ്പോൾ കമേഴ്ഷ്യൽ റിസ്ക് മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഫോർകാസ്റ്റിംഗ് പ്രോപ്പറായി കഴിഞ്ഞാൽ പ്രോപ്പർ അസസിങ്, പ്രോപ്പർ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് മെയിൻ തിങ് ഇസ് പൊളിറ്റിക്കൽ റിസ്ക്. പൊളിറ്റിക്കൽ റിസ്ക് ഏതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്? പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് അപ്പോൺ ദി ഗവൺമെൻറ്. ഓക്കെ, സോ ചേഞ്ചസ് ഇൻ ദ പാർട്ടി, ഇൻ പവർ or the concerned countries. ഓരോ മാറി മാറി വരുന്ന ഗവൺമെൻറ് അവരെടുക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന നിയമങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇറ്റ് വിൽ ഗെറ്റ് എഫക്റ്റഡ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതിൽ സിവിൽ കോസസ്, റിബലിയൻസ്, വാർസ് ബിറ്റ്വീൻ അതർ കൺട്രീസ്. ഇനി ചിലപ്പോൾ കാർഗോ എനിമി കൺട്രീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും? അങ്ങനെ പല ഇഷ്യൂസും ഇൻ്റർനാഷണൽ ട്രേഡിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. സോ ഹൗ വി ആർ ഗോയിങ് ടു ടേക്ക്. അപ്പോൾ അതിന് നമുക്ക് തരുന്നൊരു ഗ്യാരൻറ്റിയാണ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരൻറ്റി കോർപ്പറേഷൻ, ECGC. ഓൾസോ കവേഴ്സ് സം ഓഫ് ദി റിസ്ക് അറ്റ് എ മിനിമം പ്രീമിയം കോസ്റ്റോട് കൂടിയിട്ട് ഈ പറയുന്ന പൊളിറ്റിക്കൽ റിസ്ക് ഒക്കെ ഒരു പരിധി വരെയും നമുക്ക് സെക്യൂർഡ് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് റിസ്ക് റൈസിങ് ഔട്ട് ഓഫ് ദി ഫോറിൻ ലോസ്. ലീഗലായിട്ട് വരുന്ന റിസ്കുകളാണിതൊക്കെ. അപ്പോൾ ഡിഫറെൻറ്റ് ലോസ് പ്രിവെയിൽ ബോത്ത് ഇൻ എക്സ്പോർട്ടർ ആൻഡ് ഇമ്പോർട്ടർ കൺട്രീസ് അല്ലേ? രണ്ട് രാജ്യങ്ങളിലും പല നിയമങ്ങളും വ്യത്യാസമാണ്. പല സ്ഥലങ്ങളിലും യെസ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യങ്ങളിൽ നോ ആണ് അല്ലെങ്കിൽ തെറ്റാണ്. ഇനി നമ്മുടെ നാട്ടിൽ പറയുന്നത് ചിലപ്പോൾ പല യെസ്സുകളും പല രാജ്യങ്ങളിലും നോ ആണ്. അപ്പോൾ അങ്ങനെയും ആയിരിക്കാം. സോ അങ്ങനെ എന്തെങ്കിലും വരുന്ന legal issues. Okay, so legal proceedings are complex as well as expensive. Legal risk can be avoided to a great extent by incorporating the provision for appointment of an arbitrator in case of dispute about contractual terms. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കോൺട്രാക്റ്റ് ബേസിസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ, ഡിസ്പ്യൂട്ട്സ് വരാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ് ടു കീപ്പ് അവർ ആർബിട്രേറ്റർ. അപ്പോൾ അയാൾക്ക് നിയമം അറിയാം, അയാൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് പരമാവധി റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു ആർബിട്രേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ നിയമ ഭേദഗതികൾ, അവിടെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഒരു അഡ്വൈസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് ഇന്ന് വെച്ചു നാളെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു പിറ്റേ ദിവസം നമുക്ക് പൈസ കിട്ടി, നെവർ. ഇറ്റ് വിൽ ടേക്ക് ടൈം, months or years it will take. ഓക്കെ, അപ്പോൾ അത് കാരണം എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പൊസിഷൻ നമുക്ക് ആയതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് കാർഗോ റിസ്ക്. കാർഗോ റിസ്കിൽ എന്താണ് വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കാർഗോ ഹാസ് അണ്ടർഗോൺ റാഡിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഓവർ എ പീരിയഡ്. മോസ്റ്റ് ഓഫ് ദി ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ സീ അല്ലേ? മോസ്റ്റ് ഓഫ് ദി ഗുഡ്സ്, പെരിഷബിൾ ഗുഡ്സ് മാത്രമാണ് അല്ലെങ്കിൽ അത്രയും ഇതായിട്ടുള്ളൊരു ഗുഡ്സ് മാത്രമാണ് ത്രൂ എയർ വരുന്നുള്ളൂ. അതല്ലാത്ത ഗുഡ്സൊക്കെ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ സീ. അപ്പോൾ ട്രാൻസിറ്റ് റിസ്ക് ആർ കോമൺ ഹസാർഡ് അല്ലേ? നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് അതൊക്കെ. അപ്പോൾ സ്റ്റോംസ്, കൊളിഷൻസ്, തെഫ്റ്റ്, ലീക്കേജ്, എക്സ്പ്ലോഷൻ, സ്പോയിലേജ്, ഫയർ ആൻഡ് ഹൈ സീ റോബറി. നമ്മൾ വിചാരിച്ചെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രമേ കള്ളന്മാർ വരുള്ളൂ എന്ന് അല്ല. കടലിൻ്റെ നടുക്കും കള്ളന്മാർ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്, ഷിപ്പടക്കം തട്ടിക്കൊണ്ടുപോകാറുണ്ട്. എത്ര കേസസ് വേണം?
അല്ലെങ്കിൽ നമ്മൾ ഈ കടലിൽ കൂടെയുള്ള യാത്രയാണ്, അവിടെ വരുന്ന ഹൈ സ്റ്റോം, ഹ്യൂജ് വേവ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ എത്രയോ നാച്ചുറൽ കലാമിറ്റീസ് അവിടെയും സംഭവിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് കടലിൽ വെച്ചിട്ടാണ് ഒരു ലീക്കേജ് വരുന്നത്, ഷിപ്പ് മുങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാർഗോ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ യാത്രയിലും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തും പല റിസ്കുകളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ റിസ്ക്, ഇറ്റ് ഈസ് ഓൾവേസ് പോസിബിൾ ടു ട്രാൻസ്ഫർ ദ ഫിനാൻഷ്യൽ ലോസസ് റിസൾട്ടിങ് ഫ്രം ദ പെറിൽസ് ഓഫ് സീ ആൻഡ് പെറിൽസ് ഇൻ ട്രാൻസിറ്റ് ടു പ്രൊഫഷണൽ റിസ്ക് ബെയറേഴ്സ് നോൺ ആസ് അണ്ടർ റൈറ്റേഴ്സ്. ഇത് നമുക്ക് ആരെ തലയിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും? അണ്ടർ റൈറ്റേഴ്സ്. Principles of marine insurance are also equally applicable to insurance of air cargo also. Marine ഇൻഷുറൻസിന് പോലെ തന്നെ എയർ കാർഗോ ഇൻഷുറൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ പ്രൊഫഷണൽ റിസ്ക് ബെയറേഴ്സ് ഉണ്ട്. ദേ ആർ നോൺ ആസ് അണ്ടർ റൈറ്റേഴ്സ്. ഞങ്ങൾ ഏറ്റെടുക്കാൻ അങ്ങോട്ട് തന്നോളൂ. സോ അങ്ങനെ എന്തെങ്കിലും റിസ്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ റിസ്കുകൾ ഒരു പരിധി വരെയും നമുക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യാവുന്നതാണ്. Okay, and the fifth one is credit risk. Credit risk എന്ന് പറയുമ്പോൾ risk may arise due to inability of the buyers to pay on the due date. ഇപ്പം നമ്മൾ ഈ ബില്ല് കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഡ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വൺസ് നമ്മുടെ ഗുഡ്സ് അവിടെ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഹാവ് ടു പേ. അപ്പോൾ ഒരു എന്താ പറയുക, ഇന്നെബിലിറ്റി ഓഫ് ദി ബയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറഞ്ഞ ഡേറ്റിനൊന്നും പൈസ കിട്ടിയെന്ന് വരില്ല. ഈവൻ ഇഫ് ദി ബയർ മേക്സ് ദി പേയ്മെൻറ്റ്, സിറ്റുവേഷൻസ് മേ ചേഞ്ച് ഇൻ ദ ബയേഴ്സ് കൺട്രി ദാറ്റ് ദ ഫണ്ട്സ് ഓഫ് ബയർ ഡു നോട്ട് റീച്ച് ദി എക്സ്പോർട്ടർ. ബയർ പേ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ അവിടെ വരുന്ന ചില സംഭവങ്ങളുകൊണ്ട് എക്സ്പോർട്ടറിൻ്റെ കയ്യിലേക്ക് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ നഷ്ടം, ആൻഡ് ഔട്ട് ബ്രേക്ക് ഓഫ് വാർ, സിവിൽ വാർ, അതിനിടയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് റിസീവ് ചെയ്യില്ല. സഫറർ ഇസ് ഫൈനലി ദ എക്സ്പോർട്ടർ. അല്ലേ, ഇവിടുന്ന് കയറ്റി അയച്ച ആൾക്ക് പൈസ വന്നിട്ടില്ല, ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള യുദ്ധമായിരിക്കാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കൊല്യൂഷൻ ആയിരിക്കാം, അവിടെ എന്തെങ്കിലും വാറായിരിക്കാം, ബയർ പേ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ എക്സ്പോർട്ടറിൻ്റെ കയ്യിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞ ദിവസം പൈസ വന്നിട്ടുണ്ടാവില്ല. Credit risk has assumed an alarming proportion on account of large volumes in international business and sweeping changes in political economic conditions. അപ്പോൾ അങ്ങനത്തെ റിസ്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് ഇൻഷുറൻസ് ഇസ് ഓഫ് ഇമ്മൻസ് ഹെൽപ്പ്. അവിടെയും സ്ഥിരം ആരുണ്ട്? റിസ്ക് ബെയറേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊരു പരിധി വരെയും റിസ്ക് ഏറ്റെടുക്കാം. അപ്പോൾ അവർ പറയും, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് വി ഹാവ് ടു ടേക്ക് ബിഫോർ വി എൻറ്റർ ഇൻ ടു ദി കോൺട്രാക്റ്റ് എന്നുള്ളത് അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അത് വലിയ ഒരു സഫറിങ്സ് ഇല്ലാണ്ട് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. So first thing is, balance of payment difficulties has severely affected the capacity of many countries to pay the import price. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 issues stand before the exporters. 2 കാര്യങ്ങളാണ് എക്സ്പോർട്ടറിൻ്റെ മുമ്പിൽ വരുന്നത്. എന്താണ്? The exporter must have sufficient funds. ഒന്നും ഇല്ലാണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്, നമ്മൾ ബിസിനസ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നാളേക്ക് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് മറ്റന്നാൾക്ക് അത് കയറ്റി അയച്ചു, അതിൻ്റെ പിറ്റേ ദിവസം പൈസ അങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ടേക്ക് പ്ലേസ്. സോ ഫസ്റ്റ് നമ്മളൊരു പൊസിഷനിലേക്ക് എത്തണം. അത് വന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സഫീഷ്യൻറ്റ് ഫണ്ട്സ് നമ്മുടെ കയ്യിൽ, ഒരു എക്സ്പോർട്ടേഴ്സിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. എന്നിട്ട് മതി, ഒന്ന് ഇരുന്നിട്ട് മതി കാല് നീട്ടുന്നത്. നിന്ന് നിപ്പിൽ കാല് നീട്ടി കഴിഞ്ഞാൽ തണ്ടിലും കുത്തി നമ്മളവിടെ വീഴും. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഇസ് ദ എക്സ്പോർട്ടേഴ്സ് ഷുഡ് ബി പ്രിപ്പയർഡ് ടു ടേക്ക് ക്രെഡിറ്റ് റിസ്ക്. അപ്പം നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിനേക്കാളും മുമ്പ് വി ഷുഡ് ടേക്ക് ദ നെസസറി സ്റ്റെപ്പ്. നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ഒരു റിസ്ക് വരുമ്പോഴേക്കും തൂങ്ങി ചാവാൻ തന്നെ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുക? വി ഹാവ് ടു ഗെറ്റ് പ്രിപ്പയർഡ്. ഇതൊക്കെ നമുക്ക് ഫേസ് ചെയ്യാവുന്ന റിസ്കുകളാണ്. സോ അതിനുള്ള കാര്യങ്ങളും സെറ്റപ്പൊക്കെ ആയതിനു ശേഷം നമ്മൾ എക്സ്പോർട്ടിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻ റിസ്ക്. സോ ഇവിടെ എന്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, ഇഫ് ദി എക്സ്പോർട്ടർ ഹാസ് ഇൻവോയ്സ്ഡ് ഇൻ ദ ബയേഴ്സ് കറൻസി ഹി വിൽ ബി സബ്ജക്റ്റഡ് ടു റിസ്ക് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻസ്. ബയേഴ്സ് കറൻസിയിലാണ് നമ്മൾ നമ്മുടെ ബില്ല് ഇൻവോയ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
എന്തെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റുകളിൽ മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് റിസ്ക്കാണ്. ഇഫ് ദ ഫോറിൻ കറൻസി ഡെപ്രിഷിയേറ്റ്സ് ഇൻ ടേംസ് ഓഫ് റുപ്പീസ്, exporter will receive lesser amount in terms of rupees or vice versa. അല്ല, ഇപ്പം നമ്മുടെ ഇന്ത്യൻ മണിയിലാണ് അവിടുന്ന് ഇപ്പം എന്താ പറയുക, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളാണ് പേ ചെയ്യുന്നതെങ്കിൽ റുപ്പീസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാല്യൂ കുറവായിരിക്കും. അവരുടെ വാല്യൂവിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കുക, എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയിട്ടാണ് ഇൻവോയ്സിൻ്റെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇൻ ദ സെയിം സർക്കംസ്റ്റാൻസസ് ഇഫ് ദ ഇന്ത്യൻ കറൻസി ഡെപ്രിഷിയേറ്റ്സ്, എക്സ്പോർട്ടേഴ്സ് ചാൻസ് ടു ഗെയിൻ. If the export bill is purchased or negotiated under letter of credit, LCയുടെ ഇതിലാണെന്നുണ്ടെങ്കിൽ, and the foreign currency undergoes the fluctuation, the bank will be bearing the risk. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിസ്ക് ഏറ്റെടുക്കാൻ ആരവിടെ വരുന്നത്? ബാങ്ക്. ഓക്കെ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇല്ലാതെ ഒരു കാര്യത്തിലേക്കും ഒരു കോൺട്രാക്റ്റിലേക്കും നമ്മൾ എൻറ്റർ ചെയ്യരുത്. അപ്പോൾ ഇത്രയും റിസ്ക്കുകളാണ് നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ പ്രതീക്ഷിക്കാവുന്ന റിസ്ക്കുകൾ. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക് കംപ്ലീറ്റ്ലി നമുക്ക് ഏതിനെ കുറിച്ചിട്ടായിരുന്നു? എന്തൊക്കെ റിസ്ക്കുകൾ ഫേസ് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ റിസ്കിനെ എങ്ങനെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യുക, അതിൽ റിസ്ക് അസസറിൻ്റെ ഡ്യൂട്ടി എന്താണ്, റിസ്ക് മാനേജറിൻ്റെ ഡ്യൂട്ടി എന്താണ്, ഹൗ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് എന്നുള്ള കാര്യം കൂടിയാണ്. ഓക്കെ, പിന്നെ ഓരോ കൺട്രിയിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് റിസ്ക് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ്. റിസ്ക് അനാലിസിസ് നടത്തുമ്പോൾ വെദർ ടു ഇൻവെസ്റ്റ് ഇൻ ദിസ് കൺട്രി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ വളരെ അട്രാക്റ്റീവായിരിക്കും കൺട്രിയുടെ കാര്യങ്ങൾ, കമ്പനി സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. അങ്ങനത്തെ കൺട്രി ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതെല്ലാം അട്രാക്റ്റീവ് അല്ല, കമ്പനി സ്ട്രെങ്ത്തും ഇല്ലയെന്നുണ്ടെങ്കിൽ ബെറ്റർ നോട്ട് ഇൻവെസ്റ്റ്, ആ വഴിക്ക് പോകാതിരിക്കുകയായിരിക്കും നല്ലത്. അതേപോലെ തന്നെ കണ്ടീഷൻ ബിയിൽ നമ്മൾ പറഞ്ഞ പോലെ രാജ്യം ചിലപ്പോൾ ഹൈലി അട്രാക്റ്റീവ് ആയിരിക്കും, കമ്പനി ലോ സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറ്റിയത് എന്താണ്? ജോയിൻറ്റ് വെഞ്ചറാണ്. അതേപോലെ തന്നെ ലോ അട്രാക്റ്റീവ് ആയിരിക്കാം, കമ്പനി സ്ട്രെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് ഗുഡ്. അപ്പോൾ ഓരോ രാജ്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? റിസ്ക് അനാലിസിസ്. ഇസ് ദാറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കുക. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിനെ കുറിച്ചിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.